CPIM എന്ന രാഷ്ട്രീയ പാർട്ടി നാണക്കേടിന്റെ പടുകുഴിയിലൂടെ മുമ്പോട്ട് പോവുകയാണ്. മന്ത്രി വീണ ജോർജിന്റെ PR സ്റ്റണ്ട് പൊളിഞ്ഞടുങ്ങിയതോടെ അത് മാത്രമല്ല, കോടികൾ മുടക്കി മോഹൻലാലിനെ വെച്ച് പിണറായി വിജയൻ അവതരിപ്പിച്ച ഷോയും ചീറ്റിപ്പോയി. 2 ഷോകൾ ഒരുമിച്ച് ചീറ്റിയതോടെ എങ്ങനെ തലയൂരാൻ പറ്റും എന്നാലോചിച്ചിരിക്കുകയാണ് CPIM. KC-കാരെയും യൂത്ത് കോൺഗ്രസ്സുകാരെയും ഭയന്ന് മന്ത്രി വീണ ജോർജ് അതിരാവിലെ 4 മണിക്ക് ഡിസ്ചാർജ് വാങ്ങി ഇന്നലെ പുറപ്പെട്ടെങ്കിലും രാത്രി വൈകിയും തിരുവനന്തപുരത്ത് എത്തിയില്ല എന്നത് വളരെ വിചിത്രമായ സംഗതിയായി മാറുന്നു. എങ്ങനെയെങ്കിലും ഈ നാണക്കേടിൽ നിന്നും തലയൂരാനുള്ള നീക്കത്തിലാണ് CPIM. വീണ ജോർജിന്റെ PR സ്റ്റണ്ട് CPIMനുണ്ടാക്കിയ ക്ഷീണം മാറ്റാൻ ഇനി എത്ര കോടികൾ വാരിയെറിഞ്ഞ് PR വർക്ക് ചെയ്താൽ പറ്റും എന്ന് കിണർഗോലുമാർ ആശങ്കപ്പെടുകയാണ്. ആ തിരിച്ചടി ഏറ്റവും വലിയ കുഴപ്പമുണ്ടാക്കിയത് ആശിച്ചു മോഹിച്ച് മോഹൻലാലിനെ കൊണ്ടുവന്നിരുത്തിയ ഇന്റർവ്യൂ പൊളിഞ്ഞു പോയപ്പോഴാണ്. അങ്ങനെ നാറി നശിച്ച് സമനിലവിട്ട CPIMകാർ അക്രമവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നു. നാടുനീളെ അവർ അക്രമം അഴിച്ചുവിട്ടിരിക്കുന്നു. മാത്രമല്ല, CPIMന്റെ പതിവ് കൊലവിളികളും രംഗത്തുണ്ട്. CPIMന്റെ ഇടുക്കി ജില്ലയിലെ പീരുമേട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി S. ബാബു കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗം നടത്തുന്നു. CPIM ഓഫീസിൽ വാരിക്കുന്തങ്ങൾ ചെത്തിമിനിക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്നും അതെടുത്ത് പ്രയോഗിക്കാൻ അധിക താമസം ഇല്ല എന്നുമാണ് വെല്ലുവിളി. കഴിഞ്ഞ 10 വർഷം ഞങ്ങൾ ബോധപൂർവം സമാധാനം പാലിച്ചു. ഇനി ഞങ്ങൾ അങ്ങനെ സമാധാനത്തിന് ഒരുക്കമല്ല. അതുകൊണ്ട് വാരിക്കുന്തങ്ങൾ റെഡിയാണ് എന്ന് ഒരു പാർട്ടിയുടെ സെക്രട്ടറി കൊലവിളി നടത്തുന്നു. ദൃശ്യമാധ്യമങ്ങൾ എടുത്തു കണ്ടതാണ് ഈ പാർട്ടിയുടെ CPIMന്റെ ചൂട് എന്ത് എന്ന്, ഈ രാഷ്ട്രീയ പാർട്ടിയുടെ ആ രാഷ്ട്രീയ പാർട്ടിയുടെ കരുത്തെന്തെന്ന് കേരളത്തിലെ കോൺഗ്രസുകാരും യൂത്ത് കോൺഗ്രസുകാരും അറിഞ്ഞിട്ടുള്ളതാണ് എന്ന് മറക്കാൻ ഈ പറയുന്ന ഈ കുമളിയിലേക്ക് കോൺഗ്രസുകാരും പഠിക്കേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 4 സീറ്റ് അധികമായി കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് CPIMന്റെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെയും പ്രത്യേകിച്ച് DYFIക്കാരുടെയും വെച്ചിട്ട് കയറാൻ വരുന്ന ആ കോൺഗ്രസുകാരോട് ഞങ്ങൾക്ക് മര്യാദയുടെ ഭാഷയിൽ പറയാനുള്ളത്, VD സതീശൻ എന്ന് പറയുന്ന ഈ നാട്ടിലെ ഏറ്റവും വലിയ ആഭാസൻ, ഈ നാട്ടിലെ ഏറ്റവും വലിയ അഴിമതിക്കാരൻ, ഈ നാട്ടിലെ ഏറ്റവും വലിയ കള്ളത്തരം പറയുന്ന, കേരളം കാണാത്ത തരത്തിലുള്ള, ഇന്നുവരെ കാണാത്ത തരത്തിലുള്ള ഒരു പ്രതിപക്ഷ നേതാവിന്റെ വാക്ക് കേട്ടിട്ടാണ് പ്രിയമുള്ള കോൺഗ്രസുകാരാ, നീ ഞങ്ങളുടെ മുന്നിൽ വരുന്നതെങ്കിൽ നിന്റെ വീട്ടിലെ നിന്റെ അമ്മയോടും അച്ഛനോടുമെല്ലാം പറഞ്ഞേച്ചു വേണം പോരാൻ. ഞങ്ങള് തിരിച്ചു വരില്ല എന്ന് പറഞ്ഞേച്ചു വേണം പോരാൻ. ആ പാരമ്പര്യമുള്ള പാർട്ടിയാണ് ഈ കേരളത്തിലെ CPIM എന്ന് പറയുന്നത്. ഞങ്ങൾ ചെത്തിമിനിക്ക് വെച്ച ആ വാരിക്കുന്തം ഇപ്പോഴും ഞങ്ങളുടെ ഓഫീസിലുണ്ട്. അത് ഞങ്ങൾ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. അത് ഞങ്ങളെ കൊണ്ട് എടുപ്പിക്കാനുള്ള സാഹചര്യം വരുത്തരുത്. DYFIയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ കൊലവിളിയുമായി രംഗത്തിറങ്ങുമ്പോൾ ഒരു പാർട്ടി ഏരിയ സെക്രട്ടറി ഇങ്ങനെ പ്രസംഗിച്ചതിൽ അത്ഭുതപ്പെടേണ്ടതുണ്ടോ? DYFIയുടെ സംസ്ഥാന സെക്രട്ടറി V. വസീഫ് പറഞ്ഞത്, VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന്റെ കാല് തല്ലിയൊടിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്നാണ്. എന്നിട്ട് അതിൻ്റെ ദൃശ്യങ്ങൾ ഞങ്ങൾ പകർത്തിയില്ലെങ്കിൽ നിങ്ങളുടെ നിലപാട് എന്തായിരിക്കുമെന്ന്. എന്ന് വെച്ചാൽ പട്ടാപ്പകൽ നാട്ടുകാരുടെയും ചാനൽ ക്യാമറകളുടെയും CCTVയുടെയും മുമ്പിൽ വെച്ച് വീണ ജോർജ് അവതരിപ്പിച്ച നാടകം പൊളിഞ്ഞു പോയപ്പോൾ CCTV ദൃശ്യങ്ങൾ ഇല്ല എന്നതുകൊണ്ട് അക്രമം ഇല്ലാതാകുമോ എന്ന് ചോദിച്ച് തടിതപ്പാനുള്ള നീക്കം. കൂടെ VD സതീശൻ്റെ കാലുപോലും ഞങ്ങൾ വെട്ടുമെന്ന ഭീഷണി. CPIM എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമേ ഇത് സാധിക്കൂ. പ്രതിപക്ഷ നേതാവിൻ്റെ കാല് വെട്ടിയെടുക്കാൻ തങ്ങൾക്ക് കഴിയും എന്ന് CPIM പറയുന്നത് വെറുതെയല്ല. പക വീട്ടാൻ വേണ്ടി ആരെയും കൊല്ലാനും തല്ലാനും മടിയില്ലാത്ത CPIM ആ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. എത്ര നിരപരാധികളെ മനുഷ്യരുടെ ജീവനാണ് ഇവർ കൊത്തിപ്പറിച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് പകരം കള്ളുഷാപ്പിൽ കുത്തേറ്റ് മരിക്കുന്നവരെ വരെ രക്തസാക്ഷികളാക്കി കൊണ്ടു നടന്ന് ഫണ്ട് പിരിവ് നടത്തും. അതുകൊണ്ട് തന്നെയാണ് അവർ ആത്മവിശ്വാസത്തോടെ കൊലവിളി പ്രസംഗവുമായി രംഗത്തുള്ളത്. എന്നാൽ പഴയ കാലമല്ലിത്. ഉരുളക്കുപ്പേരി പോലെ മറുപടി പറയാനും തല്ലാൻ വരുന്നവരെ തിരിച്ചു തല്ലാനും കൊല്ലുമെന്ന് പറയുന്നവനോട് കൊല്ലട എന്ന് നെഞ്ചുവിരിച്ചു പറയാനും തൻ്റെ ഇടമുള്ള നേതൃത്വം കോൺഗ്രസ് പാർട്ടിയിലും ഇപ്പോഴുണ്ട്. അങ്കമാലിക്കാരനായ പണിയെടുത്തു ജീവിക്കുന്ന ഡോക്ടർ ജിൻഡോ ജോൺ കൃത്യമായ മറുപടിയുമായി രംഗത്ത് വന്നിട്ടുണ്ട് വസീഫിനെ.
അതിനുള്ള വളർച്ച തനിക്കായിട്ടുണ്ടോ വസീഫെ? കാര്യം മുട്ടുകാൽ തല്ലിയൊടിക്കുന്നതും വെട്ടുന്നതും കൊല്ലുന്നതും നിങ്ങൾക്കൊരു വിനോദമാണെങ്കിലും ആ മുൻകാല ഓർമ്മകളുടെ ബലത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ കാല് തല്ലിയൊടിക്കാൻ വസീഫ് ഒന്നുകൂടി ജനിച്ചു വളരേണ്ടി വരും. വളവള അടിക്കാതെ നാടകമന്ത്രി വീണയ്ക്ക് പരിക്കേറ്റ ദൃശ്യങ്ങൾ പുറത്തുവിടു സാറേ. ഇന്നലെ ജയരാജൻ തള്ളിയതുപോലെയുള്ളതല്ല തെളിവുള്ളത്. അതിന് പാങ്ങില്ലാതെ പ്രതിപക്ഷ നേതാവിൻ്റെ കാല് തപ്പി നടന്ന് ശരീരമനങ്ങുന്ന പണിയെടുക്കേണ്ട നിങ്ങൾ കുറേ കാലമായി ഒരു പണിയും ചെയ്യാതെ തണുത്തിരിക്കുന്ന പേശികൾക്ക് ഉളുക്കുവരുത്തണ്ടല്ലോ. ദൃശ്യങ്ങളില്ലാതെ നിങ്ങൾ കൊന്ന ടി.പി. ചന്ദ്രശേഖരൻ്റെ കൊലപാതകികൾ അഴിയെണ്ണുന്നത് തെളിവുള്ളതുകൊണ്ടാണ്. കൃപേഷ്, ശരത്ലാൽ, ഷുഹൈബ്, ഷുക്കൂർ തുടങ്ങി കുറേ പേരെ നിങ്ങളിങ്ങനെ കൊന്നു തള്ളിയിട്ടുണ്ടെന്നറിയാം. ആ കാലം കഴിഞ്ഞു. മുദ്രാവാക്യം കേട്ട് കഴുത്തുളുക്കിയ, കരിങ്കൊടി കണ്ട് കൈവളഞ്ഞ മന്ത്രിക്ക് വേണ്ടി വെളിവില്ലാത്ത വെല്ലുവിളി നടത്താതെ ആ ഡാറ്റ കള്ളൻ പിണറായിക്ക് പാദസേവ ചെയ്യാൻ നോക്ക്. പിണറായി പാദസേവയുടെ തിരക്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെ മുട്ടുകാൽ തപ്പി പറ്റാത്ത പണിക്കിറങ്ങണ്ട. കൃത്യമായ മറുപടിയാണ് ജിൻഡോ നൽകിയത്. ഇതിനു മുൻപ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ചതുരവടിവ് ഭാഷയുടെ പ്രയോക്താവുമായ M. സ്വരാജിനും ഒരു മറുപടി കൊടുത്തിരുന്നു ജിൻഡോ ജോൺ. എവിടെയോ ഒരാളുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയെന്ന് പറയുന്നു, എപ്പോഴാണ് കുടുങ്ങിയതെന്ന് വ്യക്തമല്ല എന്ന് പറഞ്ഞ് ഒരു സ്ത്രീയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയതിനെ ന്യായീകരിച്ച സ്വരാജിന്റെ ഉളുപ്പില്ലായ്മയ്ക്കെതിരെയായിരുന്നു ജിൻഡോയുടെ കുറിപ്പ്. അച്ഛനേക്കാൾ പ്രായമുള്ള സഖാവ് VS-ന് പാർട്ടിയുടെ സ്ഥാപക നേതാവിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് വഷള വിപ്ലവ മുദ്രാവാക്യം വിളിച്ച നെറുകേടിൽ നിന്ന് ഇയാൾ ഒട്ടും വളർന്നിട്ടില്ല. അന്നത്തെ ആരാച്ചാർ മനസ്സിൽ നിന്ന് ഒരടി മുന്നോട്ട് പോകാൻ ഈ പരന്ന വായനക്കാരന് കഴിഞ്ഞില്ലല്ലോ. കഷ്ടം. ആ മനോനിലയിൽ മനുഷ്യത്വരഹിതമായി വർത്തമാനം പറഞ്ഞ ഡോക്ടർ ലളിതാംബികയും ഇയാളും ഒരേ വൈകൃത മനസ്കരാണ്. ഹർഷീനയുടെയും ഉഷ ജോസഫിൻ്റെയും മറ്റ് മരണപ്പെട്ടു പോയ മനുഷ്യരുടെയും ശരീരത്തിൽ കുടുങ്ങിയ കത്രികകൾ ലോകത്ത് മറ്റെവിടെയും നിന്നല്ല, ലോകത്തിൽ 1-ാം നമ്പർ ആരോഗ്യ കേരളത്തിലാണ്. 1-ാം നമ്പർ എന്ന തള്ളിനൊപ്പം ഈ കത്രിക അബദ്ധം കൂടി താങ്ങാനാകില്ല. ഇതുപോലുള്ള പിണറായിസ്റ്റ് അടിമബോധങ്ങളെ സാംസ്കാരിക സംഭവമായി ആഘോഷിച്ച സാംസ്കാരിക നായകരൊക്കെ നാവ് ഉപ്പും വിനാഗിരിയും ചേർത്ത് അച്ചാറിട്ട് വെച്ചിരിക്കുകയാണോ? ഒന്ന് മിണ്ടടോ നിങ്ങളൊക്കെ. മരിച്ചിട്ടില്ലെന്ന് വിചാരിക്കാനാണെങ്കിലും ഒന്ന് മുരടനൊക്കെ. സ്വരാജിൻ്റെ പരന്ന വായന കൊണ്ടും ഊതി വീർപ്പിച്ച സാംസ്കാരിക പരിവേഷം കൊണ്ടും ഈ സമൂഹത്തിന് എന്തു ഗുണമുണ്ടായി? യാതൊരു മാനുഷിക പരിഗണനയുമില്ലാതെ ഭരണകൂട അടിമയായി നാവ് ഉയർത്തുന്നതല്ലാതെ ഇയാൾ സാധാരണ മനുഷ്യരുടെ ഏതെങ്കിലും സങ്കടം കണ്ടിട്ടുണ്ടോ ഈ 10 പിണറായി വർഷങ്ങളിൽ? സത്യത്തിൽ സ്വരാജിനെ പോലുള്ള ഭരണകൂട അടിമകളുടെ തലച്ചോറിൽ കുടുങ്ങിയ പിണറായി വിധേയത്തെ കത്രികയെടുത്ത് മാറ്റപ്പെടാതെ രോഗമുക്തി ഉണ്ടാകില്ല. രാഹുൽ മാങ്കൂട്ടത്തെ കള്ളക്കേസിൽ കുടുക്കി വീട്ടിലിരുത്താൻ ശ്രമിച്ച CPM നേതാക്കൾക്ക് ഉരുളക്കുപ്പേരി പോലും മറുപടി പറയാൻ പകരക്കാരനെ എത്തിയിരിക്കുകയാണ് ഡോക്ടർ ജിൻഡോ ജോൺ. CPM-നെ ഇവരെ ഒന്നും താങ്ങാനുള്ള കെൽപ്പില്ലാതെ തടി തപ്പേണ്ട ഗതികേടിലേക്ക് മാറേണ്ടി വന്നിരിക്കുകയാണ് ഇപ്പോൾ.